അങ്ങനെ ഗഗനചാരി കണ്ടു. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ കിടിലം പടം. ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്റേഴ്സിലാണ് ഈ ഒരു പടം റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പടം ഒരു സൈഫൈ ബേസ്ഡ് പടമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പടം വർക്ക് ആണെന്നില്ല. ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്ക് ആവില്ല. എന്തായാലും എനിക്ക് ഈ ഒരു പടം നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടം പറയുന്നത് ഒരു ഏലിയൻ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സിനാറിയോ ആണ്. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ VFX എല്ലാം പൊളിയാണ്. അവസാനം ഒരു പോർട്ടലൊക്കെ കാണിക്കുന്നുണ്ട്. തുടക്കം മുതലേ കാണിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ അവസാന ഘട്ടത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ആ ഒരു വിഷ്വൽ പ്രസൻറ്റേഷനൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമായി. ആൻഡ് അത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഈ ഒരു പടത്തിന് തുടക്കം മുതലേ AI ഇമേജസും വീഡിയോസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായി. പിന്നെ ഈ ഒരു പടത്തിൽ കുറേ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഇന്ന സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പിക്ചേഴ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഗൂഗിൾ സിറ്റുവേഷൻ്റെയോ അല്ലെങ്കിൽ ഗണേഷ് അല്ലെങ്കിൽ ആജു വർഗീസിൻ്റെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിലൂടെയൊക്കെ ആയിരിക്കും. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, വർക്കും ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടത്തിൽ കുറേ പഴയകാല പടങ്ങളിലെ ഡയലോഗ്സും പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കറക്റ്റായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പടത്തിൽ പറഞ്ഞു പോകുന്ന ഒരു ഇന്നർ പൊളിറ്റിക്സ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, മനുഷ്യർ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കവും അവസാനവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സൈഫൈ മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു പടം മസ്റ്റായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഈ ഒരു പടത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും നല്ലൊരു ക്യാരക്ടർ ആർക്ക് കൊടുത്തിട്ടുണ്ട്. മികച്ച രീതിയിൽ അത് എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പടം കണ്ട ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.